മുളന്തുരുത്തിയിൽ മദ്യപിച്ച് വാഹനമോടിച്ച ആളുടെ കാർ അപകടത്തിൽപ്പെട്ടു. മുളന്തുരുത്തി സ്വദേശി തമ്പി ഓടിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാത്രി നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഗുരുതരമായി പരിക്കേറ്റ തമ്പി ആശുപത്രിയിൽ ചികിത്സയിലാണ്. നവമിയാണ് ചേരുന്നത്. നവമി, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അഭിലാഷ്, ഏറെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഇന്നലെ രാത്രി മുളന്തുരുത്തിയിലായിരുന്നു സംഭവം. മദ്യപിച്ച് വാഹനമോടിച്ച തമ്പി എന്ന വ്യക്തി, അയാൾ നിയന്ത്രണം വിട്ട് അമിത വേഗതയിൽ പോകുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് വരുന്ന പുറകിൽ കാറിൽ വരുന്ന യുവാക്കൾ ഈ വീഡിയോ ചിത്രീകരിക്കുകയും അതോടൊപ്പം ഈ സമീപ പ്രദേശത്തുകൂടി പോകുന്ന കാൽനട യാത്രക്കാരായിക്കോട്ടെ മറ്റ് വാഹനങ്ങളിൽ പോകുന്നവരുടെ കൃത്യമായി നിർദ്ദേശം നൽകുന്നുണ്ട്, വഴി മാറിക്കോ എന്നും. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഈ മതിലിലേക്ക് ഈ വാഹനം ഇടിച്ചു കയറുകയും, ഈ തമ്പി ഓടിച്ച വാഹനം ഇടിച്ചു കയറുകയും ആ വാഹനം കറങ്ങി വന്ന് തൊട്ടു പുറകിലായി വരുന്ന ബൈക്ക് യാത്രികനെയും അതിന്റെ പുറകിൽ വീഡിയോ ചിത്രീകരിച്ച ഈ കാർ യാത്രക്കാരിലേക്കും ഇടിച്ചു കയറുന്നത്. എന്തായാലും തമ്പിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയിലാണ്. 3 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്, തമ്പിക്കും അതോടൊപ്പം ഈ ബൈക്കിൽ വന്ന യാത്രക്കാരനും ഈ കാറിലുണ്ടായിരുന്നവർക്കും അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. തമ്പിയുടെ നില അല്പം ഗുരുതരമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മദ്യപിച്ച് ബോധമില്ലാതെയാണ് തമ്പി ഈ വാഹനം ഓടിച്ചതെന്നാണ് നമുക്ക് ആ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാകും. അങ്ങനെ തന്നെയാണ് പോലീസും പറയുന്നത്. എന്തായാലും വളരെ ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യം തന്നെയാണ്. പുറകിൽ വന്ന ആ യുവാക്കൾ അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ ഓപ്പോസിറ്റ് വരുന്നവരോടും ഈ നടന്നു പോകുന്നവരോടൊക്കെ കൃത്യമായി പറയുന്നുണ്ട് വഴി മാറിക്കോ എന്ന്. അങ്ങനെ ഇവർ കാണുന്നുണ്ട് കുറച്ചധികം നേരമായി ഈ കാറിൽ വന്ന യുവാക്കൾ ഈ ഫ്രണ്ടിൽ പോകുന്ന തമ്പിയുടെ ഈ കാറിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നിയന്ത്രണം വിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു വശപ്പുശകുണ്ടെന്ന് ഈ യുവാക്കൾക്ക് തോന്നിയിരുന്നു. എന്തായാലും വലിയ അപകടമാണ് ഈ ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ചത് കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. തമ്പി ആശുപത്രിയിലാണ്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഭിലാഷ്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കേണ്ടതും അവർക്ക് കൂടുതൽ ശിക്ഷ നൽകേണ്ടതും ആവശ്യമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്ത കൂടിയാണ് നവമി റിപ്പോർട്ട് ചെയ്തത്. പാലക്കാട്